ഇന്ത്യയിലെ നാടകരംഗത്തെ മികവിന് നൽകുന്ന മഹീന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റേഴ്സ് അവാർഡിന് ഇക്കുറി മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരേയൊരു നാടകമാണ്. ദുബൈയിലെ പ്രവാസികൾ അവതരിപ്പിക്കുന്ന ഭൂതങ്ങൾ എന്ന നാടകം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള സിനിമയുടെ നാടക ആവിഷ്കാരമാണിത് എന്ന പ്രത്യേകതയുണ്ട്. ഭൂതങ്ങൾ എന്ന് പറയുന്ന നാടകം അത് മലയാളത്തിലെ അപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കൺസീവ് ചെയ്തതാണ്. അതിൻ്റെ ഒരു സബ്ജക്റ്റും അതിൻ്റെ ഒരു ടോട്ടൽ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അപ്പോൾ അതിൻ്റെ തിരക്കഥ കൃത്ത് മജോനോട് സംസാരിച്ചു. അതിനുശേഷം ഇതിനൊരു നാടക രൂപമുണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഇവിടെ കിട്ടാവുന്ന നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ഇത് മാത്രം പഠിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളല്ല. ലേബർ ക്യാമ്പുകളിലും മറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലോ അങ്ങനെ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സമയം കോർഡിനേറ്റ് ചെയ്യണം. ഇതിന് നല്ലൊരു പ്രാക്ടീസ് ആവശ്യമുണ്ട്. കാരണം സാമ്പ്രദായികമായി തുടർന്ന് വരുന്ന ഒരു രീതിയിലല്ല ഈ നാടകം ഞാൻ സംവിധാനം ചെയ്തത്. അലൻസിയറൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്ത് അവാർഡ് വാങ്ങിക്കൊരു ഫിലിമാണ്. 2 മണിക്കൂറിലധികം നേരമുള്ള ഒരു ഫിലിമിനെ ഇവിടെ സംവിധായകൻ 1 മണിക്കൂർ 20 മിനിറ്റിലേക്കും ചുരുക്കി അതിൻ്റെ തിയേറ്ററിൽ എലമെൻ്റ് ആക്കി അതിൽ ഗംഭീരമായിട്ടൊരു അനുഭവം ഇവിടെ സമ്മാനിച്ചിരിക്കുക. അതിൽ ഒരു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. ഞാൻ അലൻസിയറെ പ്രകടനം കണ്ടില്ല. മണി മുതൽ ഏതാണ്ട് 12 മണി 1 മണി വരെയൊക്കെയാണ് ഇതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നത്. പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടും ഇതിനോടുള്ള ഒരു പാഷൻ കാരണം ഇവരെല്ലാം സമയത്തെത്തുകയും 1 മണി പറഞ്ഞാൽ നിൽക്കാം 1 മണി വരുന്നു, 3 മണി വെച്ചാൽ 3 മണി. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്ര നല്ലൊരു നാടകം എൻ്റെ മനസ്സിൽ കണ്ടതുപോലുള്ളൊരു വിഷ്വൽ സ്റ്റേജിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനെന്നെ സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഓർമ്മ എന്ന് പറയുന്ന സംഘടനയാണ്. ഓർമ്മയ്ക്ക് ഏതാണ്ട് 5000-ഓളം മെമ്പർമാരുണ്ട്. കഴിഞ്ഞ 44 വർഷമായിട്ട് ദുബൈയുടെ കലാസാംസ്കാരിക രംഗത്ത്, ദുബൈയുടേത് മാത്രമല്ല യുഎഇയുടെ കലാസാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ദുബൈ ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പിന്തുടർച്ചയായി കടന്നു വന്നതാണ് ഓർമ്മ. ഈ നാടകത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഷാജഹാൻ പോലും കാലങ്ങളായി ഓർമ്മയുടെയും ദലയുടെയും കലാപ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും അതോടൊപ്പം നമ്മളോടൊപ്പം സഹകരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു നാടക സംവിധായകനാണ്. ഞാൻ ഈ നാടകത്തിൽ ചെയ്യുന്നത് കുട്ടിയമ്മ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇട്ടിയുടെ ഭാര്യയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഷാജിക്ക ഓൾറെഡി കുട്ടിയമ്മയുടെ ഒരു കഥാപാത്രമാണ് ചെയ്യേണ്ടത്, നീ തയ്യാറായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ സിനിമയൊന്നും കാണരുതെന്ന് പ്രത്യേകം പറയുന്നത്. പക്ഷേ എന്നാലും ആകാംക്ഷയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ 1-2 ക്ലിപ്സൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമയ്ക്കകത്ത് കുറച്ചും കൂടെ സൈലൻ്റായിട്ട് ആ വികാരങ്ങളെ കൊണ്ടുപോവുകയും, പക്ഷേ നാടകത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ ആ ഒരു അവരുടെ ഭാവങ്ങളെയും അവരുടെ സങ്കടങ്ങളെയും വിഷമങ്ങളെയൊക്കെ കുറച്ചും കൂടെ പ്രേക്ഷകരിലോട്ട് എത്തിക്കാനുള്ള ഒരു കഴിവ് സംവിധാനം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നാടകം ഉണ്ടാക്കിയത് തന്നെ കേരള സോഷ്യൽ സെൻറ്റർ നടത്തുന്ന ഭരത് മുരളി നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച സെറ്റ്, പിന്നെ മികച്ച ബാലതാരം എന്നീ അവാർഡുകൾ കിട്ടി. അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിൽ കുത്തിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചെറുതായി ഇങ്ങനെ ചെയ്ത് അങ്ങനെ അമുലാൻ്റെ വിളിച്ച് അങ്ങനെ വന്ന് ഇത് ലാബേലെന്ന കഥാപാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡയറക്ടർ കാരണം ഞാനങ്ങനെ സീന് കൂട്ടി ഇപ്പം അത്രയും സീനൊക്കെ വന്നത്. അത് ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ തന്നെ സക്സസ് ആയി, അവാർഡൊക്കെ കിട്ടി. അവാർഡുകൾ നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ട് അപ്പോൾ തുടർന്നങ്ങോട്ടും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഓർമ്മ
വലിയ വിശാല മനസ്സോടുകൂടി തന്നെ മുഴുവൻ UAE കലാകാരന്മാരെയും ഓർമ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 5280 മെമ്പർമാർക്ക് ഓർമ്മയിലുണ്ട്. അവരിൽ നമ്മൾ ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം. UAE ഒരു നാടക സംവിധായകന് ടോട്ടൽ നാടക മത്സരത്തിൻ്റെ മികച്ച സംവിധായകൻ എന്നുള്ളൊരു അവാർഡ് കിട്ടുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് 12ഓളം ഭരത് മുരളി നാടകോത്സവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നൊരു അച്ചീവ്മെൻറ്റ്. ആ അച്ചീവ്മെൻറ്റിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് നമുക്കിതെന്തുകൊണ്ട് മഹീന്ദ്ര ഫെസ്റ്റിവലിന് കൊടുത്തുകൂടാന്നുള്ള രീതി. മഹീന്ദ്ര ഫെസ്റ്റിവലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാടകം ഇതിൻ്റെ വീഡിയോ സബ് ടൈറ്റിൽ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തു. ഏതാണ്ട് 369ഓളം നാടകങ്ങളിൽ നിന്നാണ് നമ്മുടെ നാടകം തിരഞ്ഞെടുത്തത്. ഭൂതങ്ങൾ എന്ന് പറയുന്ന നാടകത്തിൽ ഷീല എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡാൻസർ എന്ന നിലയിൽ ഡാൻസ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ശരിക്കും ഒരു വഴി നല്ലോണം കാണിച്ചു തരുമായിരുന്നു. അതിലൂടെ കുറേയൊക്കെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഷീല എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഒരുവിധം എല്ലാ രസങ്ങളും കടന്നു പോകുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ നാടകത്തിൻ്റെ നമ്മുടെ ഈ സെറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലിയാർ അലിയാണ്. അലിയാർ അലി കേരളത്തിലുള്ള പ്രശസ്തനായ സംവിധായകനാണ്. NSD പാസ് ഔട്ടാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദം നേടിയ ആളാണ്. പുള്ളിയാണ് ഇതിൻ്റെ സീനോഗ്രാഫി, ഇതിൻ്റെ സ്റ്റേജിൻ്റെ ഡിസൈൻ, സെറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ ഇതിൻ്റെ ലൈറ്റ് ഡിസൈൻ ചെയ്തത് സനേഷ് കേഡിയാണ്. സനേഷ് കേഡി തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ്. പുള്ളിയും ഈ നാടകത്തിന് വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് വന്ന് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.